നിങ്ങൾ സ്നേഹിക്കുന്നവരോട് നിങ്ങൾ പിണങ്ങാറുണ്ടോ? ആ ഒരു പിണക്കം ഏകദേശം എത്ര മിനിറ്റ് വരെ നിലനിൽക്കും? ഈ പിണങ്ങാന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമാണ്, സ്നേഹം കൂടാനുള്ള കാരണവുമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പിണക്കം എന്ന് പറയുന്നത് ആ ഒരു രസത്തിലേക്ക് എത്തുക എങ്ങനെയാണെന്നറിയോ? നമ്മൾ അന്നത്തെ ദിവസം തന്നെ ആ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കോംപ്രമൈസ് ആയിട്ട് കിടന്നുറങ്ങണം. എന്നാലേ നമുക്ക് ആ ഒരു പിണക്കത്തിൻ്റെ ആ ഒരു ഫീലും അതുപോലെ തന്നെ പിണങ്ങിയതിന് ശേഷമുള്ള ആ ഒരു സ്നേഹമൊക്കെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇഷ്ടം വീണ്ടും കൂടാനൊരു റീസൺ ആവുകയും ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ഒരു പിണക്കം എന്തെങ്കിലും ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇങ്ങനെ പിണങ്ങി ഒരു ദിവസം 2 ദിവസം 3 ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ച വരാനുമാണ് അത് കാരണമാവുക. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ പിണങ്ങിക്കോളൂ, പക്ഷേ അന്നത്തെ ദിവസം തന്നെ അത് കോംപ്രമൈസ് ആയിട്ട് വേണം നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അല്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള വലിയൊരു ഡിസ്റ്റൻസിന് വരെ ഇത് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ പിണക്കത്തിൻ്റെ ദൈർഘ്യം കൂട്ടാതിരിക്കാൻ ശ്രമിക്കുക. കൂടുതൽ വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യും.